മഴക്കാലങ്ങളിൽ കരകവിഞ്ഞൊഴുകി തീരദേശവാസികൾക്ക് ഭീതി പരത്തുന്ന പെരിയാർ നദി ചുട്ടുപൊള്ളുന്ന വേനലിൽ വറ്റിവരളുന്നു. നേരിയ നീരൊഴുക്ക് മാത്രമാണ് നദിയിൽ അവശേഷിക്കുന്നത്. പെരിയാറിന്റെ ജീവൻ നിലനിർത്തുന്ന ആഴമേറിയ ചില ഭാഗങ്ങളിൽ കെട്ടിനിൽക്കുന്ന ജലവും പാറക്കെട്ടുകളിലെ കുഴികളിൽ അവശേഷിക്കുന്ന ജലവും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. വേനൽ മഴ കാര്യമായി ലഭിക്കാത്തതിനാൽ നിരവധി കുടിവെള്ള പദ്ധതികളും ആശങ്കയിൽ ആയിരിക്കുകയാണ്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗുഡ് ലക്ക് എൻട്രൻസ് കോച്ചിംഗ്, ഐശ്വര്യ കോളേജ് വണ്ടിപ്പെരിയാർ. BSc നഴ്സിംഗ്, MBBS തുടങ്ങിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനുള്ള എൻട്രൻസ് നീറ്റ് എക്സാമിന്റെ ഒരു മാസത്തെ ക്രഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുന്നു. വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഓരോ വിഷയത്തിനും പ്രത്യേക കോച്ചിംഗ്. ഫീസ് വെറും 4,999 രൂപ മാത്രം. നീറ്റ് പരീക്ഷയ്ക്കും BSc നഴ്സിംഗ് എൻട്രൻസ് പരീക്ഷയ്ക്കും തയ്യാറാകുന്ന വിദ്യാർത്ഥികൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുക. ഗുഡ് ലക്ക് എൻട്രൻസ് കോച്ചിംഗ് വണ്ടിപ്പെരിയാർ. ഇത് മഴക്കാലത്ത് കരകവിഞ്ഞൊഴുകി തീരദേശവാസികളെ ആശങ്കയിലാഴ്ത്തുന്ന പെരിയാർ നദിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. കോരിച്ചൊരിയുന്ന മഴക്കാലത്തിനൊപ്പം പെരിയാർ നദി കരകവിഞ്ഞൊഴുകുമ്പോൾ ഭീതിയോടെ നോക്കിയിരുന്ന തീരദേശവാസികൾ പെരിയാർ നദിയുടെ ഇപ്പോഴത്തെ ഈ വരണ്ട അവസ്ഥയെ ഏറെ ദുഃഖത്തോടെയാണ് വീക്ഷിക്കുന്നത്. കാലവർഷ പേമാരിക്കൊപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നതോടെ പെരിയാർ നദിയിലേക്ക് ജലമൊഴുക്കി വിടുന്നതും മുല്ലപ്പെരിയാർ അടക്കമുള്ള പ്രധാന നീരൊഴുക്കുകൾ പെരിയാർ നദിയിലൂടെ ഒഴുകിയെത്തുന്നതും മഴക്കാലത്ത് പെരിയാർ നദിയെ കലുഷിതമാക്കാറുണ്ട്. എന്നാൽ ചില വർഷങ്ങളിൽ മഴയുടെ ലഭ്യത കുറവ് മൂലം പെരിയാർ നദി ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്താറുമുണ്ട്. ഇത്തവണ കാലവർഷങ്ങളിൽ ശക്തമായ മഴ ലഭിച്ച പെരിയാർ നദി ജലസമ്പന്നമായിരുന്നുവെങ്കിലും ഇത്തവണത്തെ വേനൽ ഹൈറേഞ്ചിന് കടുത്ത വേനൽ ചൂട് സമ്മാനിച്ചതോടുകൂടി പെരിയാർ നദിയിലെ ജലം വറ്റിവരളാൻ തുടങ്ങി. ഒരു മാസങ്ങൾക്ക് മുൻപ് തന്നെ പെരിയാർ നദിയിലേക്ക് ഒഴുകിയെത്തുന്ന നീരൊഴുക്കുകൾ നിലച്ചതോടുകൂടി പെരിയാർ നദി ഏറെ ക്ഷീണിതയാവുകയായിരുന്നു. നാമമാത്രമായ നീരൊഴുക്കുകൾ പെരിയാർ നദിയിലേക്ക് ഒഴുകിയെത്തുമ്പോഴും 1-2 ദിവസത്തിനുള്ളിൽ ഈ നീരൊഴുക്കും നിലയ്ക്കും. പെരിയാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ വേനൽ മഴ ഇതുവരെ ലഭിച്ചിട്ടില്ല. കൈവഴികളായ ചെറുപുഴകളും തോടുകളും ഫെബ്രുവരി പകുതിയോടുകൂടി തന്നെ വറ്റി വരണ്ടിരുന്നു. നീരൊഴുക്കുകൾ കുറഞ്ഞതിനാൽ അന്നു മുതൽ പെരിയാറിനെ ആശ്രയിച്ചുള്ള വലുതും ചെറുതുമായ 50ലധികം കുടിവെള്ള പദ്ധതികൾ പ്രതിസന്ധിയിലായിരുന്നു. ജലവിതരണം ആഴ്ചയിൽ 2 ദിവസമായി പരിമിതപ്പെടുത്തുകയും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. നീരൊഴുക്ക് നിലച്ചാൽ പ്രധാന കുടിവെള്ള പദ്ധതികളിലെ പമ്പിംഗ് നിർത്തിവെക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് അധികൃതരും നാട്ടുകാരും. അങ്ങനെ സംഭവിച്ചാൽ പീരിമേട്, ഉടുമ്പൻചോല, ഇടുക്കി താലൂക്കുകളിലെ 10,000-കണക്കിന് കുടുംബങ്ങൾ ശുദ്ധജലത്തിനായി മറ്റു വഴികൾ തേടേണ്ടി വരും. ഹൈറേഞ്ചിൽ 2 മാസം മുൻപ് മുതൽ ഉയർന്ന പ്രദേശങ്ങളെല്ലാം കടുത്ത കുടിവെള്ള ക്ഷാമത്തിലാണ്. കിലോമീറ്ററുകൾ താണ്ടിയാണ് ഇപ്പോൾ ഇവർ കുടിവെള്ളം ശേഖരിച്ചു വരുന്നത്. മിക്ക ഇടങ്ങളിലും കുടിവെള്ളം പമ്പ് ചെയ്യുന്നതിന് പരിമിതി ഏർപ്പെടുത്തിയതോടെ ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ കുടിവെള്ളം എത്തിച്ചു നൽകുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ദൂരസ്ഥലങ്ങളിൽ ഉള്ളവർ പോലും അലക്കുവാനും കുളിക്കുവാനും പെരിയാറിനെയാണ് ആശ്രയിക്കുന്നത്. നീരൊഴുക്ക് നിലയ്ക്കുന്നതോടെ ഇവരും പ്രതിസന്ധിയിലാവും. 1986-ലാണ് ഇതിനു മുൻപ് പെരിയാർ നദി ഇതുപോലെ വറ്റി വരണ്ടത്. അന്ന് 2 മാസത്തോളം പെരിയാറിൽ നീരൊഴുക്ക് ഉണ്ടായിരുന്നില്ല. അതിനിടെ നിർവഹണത്തിലെ അനാസ്ഥയും അശാസ്ത്രീയതയും മൂലം നിരവധി പദ്ധതികൾ പാതിവഴിയിൽ നിശ്ചലമായതും ഹൈറേഞ്ചിലെ കുടിവെള്ളക്ഷാമത്തിന് രൂക്ഷത വർദ്ധിപ്പിച്ചു. ഇനി മഴ പെയ്താലും രക്ഷിച്ചെടുക്കാൻ കഴിയാത്ത വിധം ഏലം, കാപ്പി, കുരുമുളക് അടക്കമുള്ള കാർഷിക വിളകളെല്ലാം കരിഞ്ഞുണങ്ങി തുടങ്ങി. ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ കാർഷിക വിളകൾക്ക് ആവശ്യമായ ജലം പമ്പ് ചെയ്തു വരുന്നത്. ഇനിയും വേനൽ മഴ ലഭിക്കാത്ത സാഹചര്യത്തിൽ കാർഷിക വിളകൾക്കായുള്ള പമ്പിംഗ് കൂടി നിർത്തുന്നതോടെ കാർഷിക മേഖലയും പ്രതിസന്ധിയിലാവും. ഒപ്പം പെരിയാർ നദിയിൽ നിന്നുമുള്ള കുടിവെള്ള പദ്ധതികളിലെ പമ്പിംഗ് കൂടി നിലയ്ക്കുന്നതോടെ പദ്ധതികളെ ആശ്രയിക്കുന്ന നിരവധി പ്രദേശങ്ങളിലെ ആളുകൾ പ്രതിസന്ധിയിലാവുമെന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.